ഫ്ലഷിംഗ് പ്രോസസ് ഡ്യൂറിങ് സ്പാർക്ക് ഇറോഷൻ ഓർ ഇഡിയം. എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഫ്ലഷിംഗ് പ്രോസസ്സ് എന്താണെന്നൊന്ന് കേൾക്കുന്നുണ്ടോ? സാർ അതിനകത്തിലെ ഡൈലക്ട്രിക് മീഡിയത്തിനെ കളയുന്നതാണ്. ഡൈലക്ട്രിക് മീഡിയത്തിനെ കളയുന്നതല്ല. നമ്മൾ ഡൈലക്ട്രിക് മീഡിയം ഒരു പ്രഷറിൽ അവിടെ സർക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റൽ ഡെബ്രിസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഫ്ലഷ് ചെയ്യുന്ന പറയത്തില്ല. എന്ത് ഫ്ലഷ് ചെയ്യുന്നത്? ആ വേസ്റ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അതേ സംഭവം തന്നെ അവിടെ മെഷീൻ ചെയ്യുമ്പോൾ ഹീറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മോൾട്ടൺ മെറ്റൽ ഡെബ്രീസിനെ അവിടുന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് EDM മെഷീനിങ്, അതായത് ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഗ്യാപ്പിൽ എന്ത് ഫില്ലാവും? മെറ്റൽ ഡെബ്രീസ് കൊണ്ട് ഫില്ലാകും, ആണോ? അപ്പോൾ ആ മെറ്റൽ ഡെബ്രീസ് നമ്മൾ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? If the metal debris are not removed, മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സർഫസ് ഫിനിഷ് കുറയും, അല്ലേ? മെഷീനിങ് ഡിഫിക്കൾട്ടാവും. ആണോ? സ്പാർക്ക് ജനറേറ്റ് ചെയ്യത്തില്ല, ആണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കത്തില്ലേ, ആണോ? അപ്പം ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം ഈ സംഭവങ്ങളെല്ലാം നമുക്ക്, അല്ലെങ്കിൽ അത് മൂടാതെ ഗ്യാപ്പ്, ടൂൾ വർക്ക് ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഇങ്ങനെ മെറ്റൽ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫ്ലഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഡൈഇലക്ട്രിക് മീഡിയം മസ്റ്റ് ഫ്ലഷ് away the eroded particle from the gap between tool and work. മനസ്സിലായോ? ഇപ്പം എന്താണ് ഫ്ലഷിംഗ് പ്രോസസ്സിനകത്ത് ചെയ്യുന്നത്? മെഷീനിങ് നടക്കുന്ന സമയത്ത് മെറ്റൽ ഡെബ്രീസ് നമ്മുടെ വർക്ക് പീസിൻ ടൂൾ നമ്മളുടെ ഗ്യാപ്പിൽ ഫില്ലാവുന്നു. അതവിടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും? സർഫസ് ഫിനിഷ് ഡിക്രീസസ്, മെഷീനിങ് ഡിഫിക്കൽട്ടാവും, സ്പാർക്ക് ജനറേഷൻ ഡിഫിക്കൽട്ടാവും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫിക്കൽട്ടാകും. ഡിഫിക്കൽട്ടായിമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈഇലക്ട്രിക് മീഡിയം മസ്റ്റ് ഫ്ലഷ് എവേ ദി എറോഡഡ് പാർട്ടിക്കിൾ ഫ്രം ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക്. ഇപ്പോൾ ടൂളിൻ്റെ വർക്ക് പീസിൻ്റെ ഇടയ്ക്കുള്ള ആ മെറ്റൽ ഡെബ്രീസിൻ്റെ അത് എടുത്തുകൊണ്ട് പോകണം. ആരെടുത്തിട്ട് പോകണം? ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്നവരാണ് ഫ്ലഷിങ്. അപ്പം നമുക്ക് ഫ്ലഷിങ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലഷിങ് ഉണ്ട്. അപ്പം നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫ്ലഷിങ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോ പോയിന്റ്സ് ആയിട്ട്? ഇത്രയും മനസ്സിലായ കാര്യങ്ങൾ നോട്ട് ചെയ്തോ? ഫ്ലഷിങ് എന്താണ്, എന്തിനാണ് അത് ചെയ്യുന്നത്, ഫ്ലഷ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തോ?
ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലഷിങ്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ഫ്ലഷിങ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഓപ്പൺ ഫ്ലഷിങ്, സെക്കൻഡ് വൺ പ്രഷർ ഫ്ലഷിങ്, പ്രഷർ ഫ്ലഷിങ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ത്രൂ വർക്ക് പീസ്, വർക്ക് പീസിനകത്തൂടെ നമുക്ക് ഫ്ലഷ് ചെയ്യാം. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയാം. ടൂളിൻ്റെ സാധാരണ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഷർ ഫ്ലഷിങ് 2 രീതി ചെയ്യാം. വർക്ക് പീസ് ഫ്ലഷിങ് ഉണ്ട്, ടൂൾ ഫ്ലഷിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തേർഡ് ടൈപ്പാണ് സക്ഷൻ ഫ്ലഷിങ്. അതും 2 ടൈപ്പ് ഉണ്ട്. സക്ഷൻ ത്രൂ വർക്ക് പീസ്. അടുത്തത് സക്ഷൻ ത്രൂ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂള്. അടുത്ത 4മത്തേതാണ് ജെറ്റ് ഫ്ലഷിങ്, സൈഡ് ഫ്ലഷിങ്, ലാസ്റ്റാണ് കമ്പൈൻഡ് ഫ്ലഷിങ്. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് ഉണ്ട് നമുക്ക്? എത്ര ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് ഉണ്ട്? 6 ടൈപ്പ്. 1 by 1 ഏതൊക്കെയാണ്? ഓപ്പൺ ഫ്ലഷിംഗ്, പ്രഷർ ഫ്ലഷിംഗ്, അത് 2 ടൈപ്പ് ഉണ്ട്. ത്രൂ വർക്ക് പീസ് ഉണ്ട്, ത്രൂ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂൾ ഉണ്ട്. തേർഡ് വൺ സക്ഷൻ, ത്രൂ വർക്ക് പീസ് ഉണ്ട്, ത്രൂ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂൾ ഉണ്ട്. ഫോർത്ത് വൺ ജെറ്റ് ഫ്ലഷിംഗ്, സൈഡ് ഫ്ലഷിംഗ്. സിക്സ്ത് വൺ കോമ്പിനേഷൻ. ഇതിൻ്റെ എല്ലാം 1, 2, 2 കോമ്പിനേഷൻ അല്ലെങ്കിൽ 3 കോമ്പിനേഷൻ അങ്ങനെ പല പല കോമ്പിനേഷന് വരുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ്. ഇനി നമുക്കിതെല്ലാം 1 by 1 നമുക്ക് പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഡൈലക്ട്രിക് മീഡിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡൈലക്ട്രിക് മീഡിയം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആൻറ്റി പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിനുശേഷം ഫ്ലഷിങ്ങിൻ്റെ അന്ന് പഠിച്ചു, ഫ്ലഷിങ് ചെയ്യുന്നത് എന്തിനാണെന്ന് പഠിച്ചു, ഫ്ലഷിങ് ചെയ്തതിലുള്ള പ്രോബ്ലംസ് പഠിച്ചു, ഫ്ലഷിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് പഠിച്ചു. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് ഉണ്ട് പഠിച്ചു? 6 ടൈപ്പ് ഓഫ് ഫ്ലഷിംഗ് പഠിച്ചു. ഓപ്പൺ, പ്രഷർ, സക്ഷൻ, ജെറ്റ്, സൈഡ് ആൻഡ് കമ്പൈൻഡ്. അതിനകത്ത് സക്ഷനും പ്രഷറും 2 ടൈപ്പ് ഉണ്ട്. ത്രൂ ദ വർക്ക് ഉണ്ട്, ത്രൂ ദി ടൂൾ ഉണ്ട്. അല്ലേ? ഓക്കെ ആണോ? ഓപ്പൺ ഫ്ലഷിംഗ് ഹെഡിങ് എഴുതിക്കോ. ഓപ്പൺ ഫ്ലഷിങ് ഞാൻ ആദ്യം ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. എൻ്റെ കൂടെ തന്നെ വരച്ചാണ് ഫിഗർ. വരയ്ക്കുന്നുണ്ടോ?
ശരി. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓപ്പൺ ഫ്ലഷിങ് ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓപ്പൺ ഫ്ലഷിങ് ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പറഞ്ഞോ, എന്താ? ആ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇലക്ട്രോഡിൻ വർക്ക് പീസിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലോട്ട് ഇതിനെ പാസ് ചെയ്ത് വിടുന്നത് അല്ലേ? അപ്പോൾ ഇത് മോസ്റ്റ് കോമൺ ടൈപ്പാണ്. ഇതിനകത്ത് 2 പോയിൻറ്റ്സേ ഉള്ളൂ. മോസ്റ്റ് കോമൺ ആണ്. അപ്പോൾ ഇതിനകത്ത് dielectric medium is passed through a nozzle to the gap between tool and workpiece. ഇത്രയേ ഉള്ളൂ, 2 പോയിൻറ്റ്സേ ഉള്ളൂ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഫ്ലഷിംഗ് ആണിത്. ഹിയർ ഡയലക്ട്രിക് മീഡിയം ഈസ് പാസ്ഡ് ത്രൂ എ നോസിൽ ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ എഴുതിയല്ലോ, അടുത്ത വരച്ചല്ലോ, ഫിഗർ വരച്ച് പോയിന്റ് എഴുതിയല്ലോ. ഓക്കെ. സെക്കൻഡ് ടൈപ്പ് പ്രഷർ ഫ്ലഷിംഗ്. പ്രഷർ ഫ്ലഷിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇത് കടത്തി വിടുന്നത്. ഓക്കെ, പ്രഷറൈസ് ചെയ്തിട്ടാണ് കടത്തി വിടുന്നത്. നമുക്കൊരു ഗിവൺ പ്രഷർ കാണാം. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് 2 ടൈപ്പ്? ത്രൂ വർക്ക് ഉണ്ട്, ത്രൂ വർക്ക് പീസ് ഉണ്ട്, പിന്നെന്താണ്? ത്രൂ പറ. ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയാം. അപ്പം നമുക്ക് ആദ്യം പറയുന്നത് ഇത് പറയാം. പ്രഷർ ഫ്ലഷിംഗ്
ത്രൂ വർക്ക് പീസ്. വർക്ക് പീസിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് പ്രഷർ ഫ്ലഷിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിഗർ വരച്ചോ. ഫിഗറാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, എല്ലാത്തിനകത്തും ഫിഗറാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫിഗർ നിങ്ങൾ കൈകൊണ്ട് ഒരു തവണയെങ്കിലും കൈകൊണ്ട് വരയ്ക്കണം കേട്ടോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫിഗർ വരച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫിഗർ വരയ്ക്കാം. വർക്ക് പീസിൽ കൂടാണ് കടത്തിപ്പെടുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ വരയ്ക്കാം. വരയ്ക്കുന്നുണ്ടോ? എത്ര പേര് ആത്മാർത്ഥമായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? ഞാൻ ലൈവായിട്ട് ഇത് വരച്ച് കാണിക്കും, നിങ്ങൾക്ക് വരയ്ക്കാനുള്ള സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും സമയം ഞാനും വെറുതെ ഇരിക്കണ്ട, ഞാനും വരയ്ക്കാം, നിങ്ങളും വരയ്ക്കുക. അല്ലെങ്കിൽ എനിക്ക് ഈ ഫിഗർ ചുമ്മാ കോപ്പി ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. നിങ്ങളും എൻ്റെ കൂടെ വരയ്ക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്നെ പറ്റിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് വരയ്ക്കുക. ഈ ഫിഗർ കണ്ട് എന്ത് മനസ്സിലായി? ഒരു ഫ്ലഷിംഗ് പോട്ട് യൂസ് ചെയ്ത് നമ്മളൊരു പ്രഷറൈസ്ഡ് സ്ട്രീം ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ വർക്ക് പീസിനകത്തൂടെ നമ്മൾ മുകളിലോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ഗ്യാപ്പിൽ ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്ന മെറ്റൽ ഡെബ്രീസ് എല്ലാം അവിടുന്ന് എന്ത് സംഭവിക്കും? അവിടുന്ന് റിമൂവ് ആവും അല്ലേ?
അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് വരച്ചവർക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഇനി ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്ത് തരാനാ? എല്ലാ എക്സ്പ്ലനേഷൻ വേണോ? വല്ല എക്സ്പ്ലനേഷൻ വേണോ? സ്വന്തമായിട്ട് എഴുതാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ ഫിഗറിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിക്കണം. ഈ ഫിഗർ ഒരു നമ്മൾ ഫ്ലഷിംഗ് പോർട്ടുണ്ട്, വർക്ക് പീസിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്, ഫ്ലഷിംഗ് പോർട്ടിനകത്തൂടെ ഒരു പാസേജ് ഉണ്ട്, പാസേജ് കൂടെ നമ്മൾ പ്രഷറൈസ് സ്ട്രീം ഓഫ് ഡയലക്ട്രിക് നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പോൾ വർക്ക് പീസിൻ്റെ ടൂളിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ആ മീഡിയം പ്രഷറൈസ്ഡ് സ്ട്രീം പാസ് ചെയ്യുന്നു. അതൊരു പ്രഷറിലാണ് പോകുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്ന മെറ്റൽ ഡെബ്രിസിനെല്ലാം ആര് ഫ്ലഷ് ചെയ്യുന്നു? ഡയലക്ട്രിക് മീഡിയം ഫ്ലഷ് ചെയ്യുന്നു. ആണോ? വരച്ചോ? ഈ ഫിഗർ വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷർ ഫ്ലഷിംഗ് ത്രൂ എന്താണ്? അടുത്ത സെഷൻ എന്താണ്? പ്രഷർ ഫ്ലഷിംഗ് ത്രൂ ഇലക്ട്രോഡ്. അപ്പോൾ അതിൻ്റെ ഫിഗർ നമുക്ക് വരയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ വരച്ചു വേണം. ഇതിനകത്തെല്ലാം ഫിഗറാണ് ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരച്ചിട്ട് നിങ്ങൾ കൂടെ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ സംഭവം എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്ലഷിങ് ത്രൂ ഇലക്ട്രോഡാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോഡ് ഒരു ഫ്ലഷിങ് പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിനകത്തൂടെ നമ്മൾ ഡയലക്ട്രിക് മീഡിയം ഒരു ഫിക്സഡ് പ്രഷറിൽ നമ്മൾ
ടൂളിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വർക്ക് പീസ് ടൂൾ ഗ്യാപ്പിലോട്ട് കടത്തി വിടുന്നു. അങ്ങനെ അവിടുന്ന് എന്ത് റിമൂവ് ചെയ്യുന്നു? മെറ്റൽ ഡെബ്രീസ് റിമൂവ് ചെയ്യുന്നു. നമ്മുടെ സമയം എത്ര വരെയാ? 2:40. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കുക. ഇത് വരച്ചിട്ട് നമുക്ക് അടുത്ത സെഷന് പോവാം. എന്താണ് സക്ഷൻ ഫ്ലഷിങ്? അത് എത്ര ടൈപ്പ് ഉണ്ട്? ത്രൂ ഇലക്ട്രോഡ് ഉണ്ട്, പിന്നെന്താണ്? ത്രൂ വർക്ക് പീസ് ഉണ്ട്. ആണോ? അപ്പം ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എറോഡഡ് പാർട്ടിക്കിൾസ് ആർ സക്ക് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഒരു വാക്യൂം വെച്ചിട്ട് സക്ക് ചെയ്യുക ചെയ്യുന്നത്. സക്ട് ഫ്രം ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക്. ടൂളും വർക്ക് പീസ് തമ്മിലുള്ള ഗ്യാപ്പിലുള്ള മെറ്റൽ ഡെബ്രീസിനെ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആണോ? അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫിഗറാണ് വരയ്ക്കുന്നത് കേട്ടോ. ഒറ്റ ഫിഗറിനകത്ത് തന്നെ ത്രൂ ഇലക്ട്രോഡും ത്രൂ വർക്ക് പീസും നമുക്ക് കാണിക്കുന്ന രീതിയിൽ ഫിഗർ വരയ്ക്കാം. ഞാൻ എൻ്റെ കൂടെ തന്നെ വരച്ചു.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് മനസ്സിലായി? നമ്മളൊരു വാക്വം ഹോസ് വെച്ചിട്ട് സൈഡിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ഡൈലക്ട്രിക് സ്ട്രീമിനെ സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സക്ക് ചെയ്തെടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ആ ഇൻ ബിറ്റ്വീനുള്ള മെറ്റൽ ഡെബ്രീസും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇത് വരും. ആണോ? അല്ലേ? അതെ സർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ജെറ്റ് ഫ്ലഷിങ്, സൈഡ് ഫ്ലഷിങ് ഒക്കെ ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഫിഗർ വരച്ചല്ലോ? മാർക്ക് ചെയ്തില്ല. ഓക്കെ, ഒരു മിനിറ്റ്. വാക്വം ഓസ്, ഡൈലക്ട്രിക് സ്ട്രീം, ഇലക്ട്രോഡ്, വർക്ക് പീസ്. ഏതാ ഇതിൻ്റെ വർക്കിംഗ്? ഡൈലക്ട്രിക് സ്ട്രീം നമ്മൾ ഇതിലേക്കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വാക്വം പമ്പിലോട്ട് കണക്റ്റഡാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വാക്വം പമ്പ് ഇതിനകത്തുള്ള വാക്വം വെച്ചിട്ട് ഈ സ്ട്രീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഉണ്ട മെറ്റൽ ഡെബ്രീസിനെല്ലാം എന്ത് കൊണ്ടുവരും? ഇത് ഈ സ്ട്രീമിൻ്റെ കൂടെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ അവിടെ ആ ഗ്യാപ്പിനകത്തുള്ള മെറ്റൽ ഡെബ്രീസിനെ ഫ്ലഷ് ചെയ്യും. ഓക്കെ, അടുത്ത കമ്പൈൻഡ്. ഏതാ? ത്രൂ ഇലക്ട്രോഡ് ആണോ ത്രൂ വർക്ക് ആണോ? ഇത് സത്യം പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ അല്ലേ ഇത് വർക്കിൽ കൂടെ ഉണ്ട്, ഇലക്ട്രോഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ബിറ്റ്വീൻ ഇലക്ട്രോഡിക് ഉണ്ട്, വർക്കിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒറ്റ ഫിഗർ നമുക്ക് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആ ഫിഗർ നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത എന്തുവാ? കമ്പൈൻഡ് ഫ്ലഷിങ്. കമ്പൈൻഡ് ഫ്ലഷിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. പ്രഷറും സക്ഷനും എല്ലാം വരും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഫിഗർ വരയ്ക്കാം. ആ ഒരു ഫിഗർ മാത്രം വരയ്ക്കുക. വരയ്ക്കുന്നുണ്ടോ എല്ലാവരും? ഉണ്ട് സർ.
അപ്പോൾ ഇതിനകത്ത് കണ്ടോ കമ്പൈൻഡ് ഫ്ലക്ഷിനകത്ത് എന്താ പ്രത്യേകത? ഇത് കോമ്പിനേഷൻ ഓഫ് ഇത് നോക്കി. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷറൈസ്ഡ് ഡയലക്ട്രിക് ഫീഡ് ഇങ്ങോട്ട് കടത്തി വിടുന്നത്. ഇങ്ങനെ കടത്തി വിട്ട് ഇവിടെ വന്ന് ഇതിലേക്കൂടെ വന്ന് ഇവിടെ ഉള്ള എന്താ പറയുന്നത് നമ്മുടെ മെറ്റൽ ഡെബ്രീസിനെ എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അങ്ങ് പോകുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ കടത്തി വിടുന്നുണ്ട്, പക്ഷേ ഒരു സക്ഷൻ വെച്ചിട്ടാണ് ഇതിനെ പുള്ള് ചെയ്യുന്നത്. അപ്പോൾ സക്ഷൻ വെച്ച് പുള്ള് ചെയ്യുമ്പോഴത്തേന് ഈ ഇവിടെ വരുന്നുള്ള മെറ്റൽ ഡെബ്രീസിനെ എല്ലാം ഇത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോമ്പിനേഷൻ ഓഫ് സക്ഷൻ ആൻഡ് പ്രഷർ ഫ്ലഷിംഗ് ആണ്. ഇപ്പോൾ ഒരു സെക്ഷൻ സൈഡിൽ പ്രഷർ, ഒരു സൈഡിൽ സക്ഷനും കാണിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോഡ് വർക്ക് പീസ്, ഇലക്ട്രോഡ് ഹോൾഡർ. അപ്പോൾ ഇതിനകത്ത് കോമ്പിനേഷനാണ്. വൺ സൈഡിൽ പ്രഷർ ഫ്ലഷിങ് നമ്മളൊരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് കൊടുക്കുന്നു. ആ ഫ്ലൂയിഡ് വന്നിട്ട് മെറ്റൽ ഡെബ്രീസിനെ എല്ലാം എടുത്ത് ഒരു റിട്ടേൺ പാത്തിൽ കൂടെ തിരിച്ചു പോകുന്നു. മറ്റേത് നമ്മൾ ഒരു ഫ്ലൂയിഡ് ഇൻലെറ്റിൽ കൊടുക്കുന്നു, പക്ഷേ അത് ഒരു സക്ഷൻ പമ്പ് വെച്ച് സക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെയുള്ള മെറ്റൽ ഡെബ്രീസും എല്ലാം ആ ഡയലക്ട്രിക് ഫ്ലൂയിഡ് മെറ്റൽ ഡെബ്രീസും എല്ലാം ഒരുമിച്ച് അതിനെ സക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്ലഷിംഗ് പഠിച്ചു. ഫ്ലഷിംഗ് എന്താണെന്ന് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലഷിംഗ്, ഓപ്പൺ ഫ്ലഷിംഗ്, പ്രഷർ ഫ്ലഷിംഗ്, സക്ഷൻ ഫ്ലഷിംഗ്, ഇതെല്ലാം പഠിച്ചു അല്ലേ? ഫിഗർ വരച്ചു കഴിഞ്ഞോ? അപ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ആവുകയാണ്. 2:39. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.